PR അസോസിയേഷനായിട്ടുള്ളതുമായി PR അസോസിയേഷനിലെ ബന്ധം, പിന്നെ നമ്മൾ അഷ്റഫ് താമരശ്ശേരിയും നസീർ വാടാനപ്പള്ളി, നന്ദി നാസർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എംപാമിങ്ങിന് അവരുടെ കൂടെ പോകും. അവർക്ക് എന്തെങ്കിലും ശ്രീദേവി മരിച്ചിട്ട് ബോഡി കണ്ട ആൾ ഞാൻ മാത്രമേ ഉള്ളൂ ഹോട്ടലിൽ. അല്ലേ അതുമാതിരി തന്നെ ഒരു 15 പേര് മരിച്ചില്ലേ ഒരു ബസ് ആക്സിഡന്റ് ഒമാനിൽ നിന്ന് വരുമ്പോൾ. അത് മരിച്ചിട്ട് 15-18 ആളും മരിച്ചു ലാസ്റ്റ്. ആ 18 പേരുടെ ബോഡി ഉറങ്ങിപ്പോയിട്ട് ആ ഹിറ്റ് ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെയുള്ള PR സർവീസ്, കൗൺസിലേറ്റ്, അങ്ങനെ കൗൺസിലേറ്റായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലേറ്റിൽ എല്ലാവരും പറയാം ചാക്കോ മലബാർ ഗോൾഡിൻ്റെ ഒരു അംബാസഡറാണ്. അപ്പോൾ എല്ലാവരും ഗോൾഡ് പഠിക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ അവിടെ പാസ്പോർട്ട് സെക്ഷനിലും വിസ സെക്ഷനിലും ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു ദിവസം നിങ്ങളുടെ ക്രൗൺ ബാസരെ സാബു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചാക്കോ ചേട്ടാ എൻ്റെ ഒരു ലൈഫ് സേവിങ് കാര്യമാണ് ചാക്കോയുടെ ചെയ്യാൻ പറ്റുമെന്ന്. എന്താണെന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങളുടെ GM ഈജിപ്ഷ്യനാണ്. അവർ ഡൽഹിയിൽ ഇന്ന ദിവസം മീറ്റിംഗ് ആണ്, അവർക്ക് വിസയ്ക്ക് കൊടുത്തു, വിസ റിജക്റ്റായി. നമ്മുടെ ഇന്ത്യൻ കൗൺസിലേറ്റിൽ റിജക്റ്റായി. അത് അയച്ചിട്ട് എനിക്ക് തന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ രാജേഷിനെ വിളിച്ചു. വേണമെങ്കിൽ ഷാജി കണ്ടിട്ടുണ്ടാവും. രാജേഷ് പലപ്പോഴും നമ്മൾ ഉമ്മൽക്കോയിൻ ഫംഗ്ഷനൊക്കെ വരാറുണ്ട്. രാജേഷ് ഇങ്ങനെ, സർ ഐ ഹാവ് സ്മോൾ പ്രോബ്ലം, കെൻ യു സോൾവ് ഇറ്റ്, വാട്ട് ഹാപ്പൻ? ഞാൻ പറഞ്ഞു വിസ റിജക്റ്റഡ് ആണ്, കെൻ യു ഡു ഇറ്റ്, സെൻഡ് ഇറ്റ്. ഞാനത് അയച്ചു കൊടുത്ത്, യു ഡോണ്ട് ബിലീവ്, വിത്തിൻ 2 hours he sent me visa. 2 മണിക്കൂർ കൊണ്ട്. അന്ന് സാബു എനിക്ക് അതിലൊരു മെസ്സേജ് അയച്ചു, യു സേവ്ഡ് മൈ ലൈഫ്. ആക്ച്വലി അത്രയും അദ്ദേഹത്തിന് അന്ന് GM അവർ പറഞ്ഞു വെച്ചിട്ട് സാബുവിനോട് പറഞ്ഞിട്ടുണ്ട്, ചാക്കോ എപ്പോൾ വന്നാലും അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാ ആക്സസും നിങ്ങൾ കൊടുക്കണം. പക്ഷെ നമ്മളൊന്നും അതിനൊന്നും ഇതുവരെ പോയിട്ടില്ല. സാബുവായിട്ട് നല്ല സൗഹൃദമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. അത്രയും കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിലേറ്റായിട്ട് എല്ലാവരുമായിട്ടും. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സഫാരി മാളിലെ 2-3 പേർക്ക് പാസ്പോർട്ട് എന്നുള്ള റിന്യൂവലിൽ അറിയാലോ, ഇപ്പോൾ ഇത് കിട്ടില്ല, അവർക്ക് ഡേറ്റ് കിട്ടുന്നില്ല, അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല. ഞാൻ അപ്പം തന്നെ അവിടെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവരെ വിളിക്കും. അപ്പോൾ അവർ പറയും ഇന്ന ആളെ BLS പോയിട്ട് ഇന്ന ആളെ കാണാൻ പറയും. ഷാർജയിലാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഷംനാദ് അതിൻ്റെ ബയറും 2 പേരും അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അവർ 2 പേരുടെ പാസ്പോർട്ട് നമ്മൾ ഇങ്ങനെ ഡേറ്റോട് നാളെ അവർക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് ഡേറ്റ് നമുക്ക് അന്ന് തന്നെ പോവാം, അപ്പം തന്നെ കാര്യങ്ങൾ നടത്തി പോരാം. അതേമാതിരിയുള്ള കൗൺസിലേറ്റിൻ്റെ നല്ല സപ്പോർട്ടാണ്. അത് IBPC ആയിട്ടാണ് നമുക്ക് കൂടുതലും അതിൽ നിന്ന് കിട്ടിയത്. അവരുടെ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിലിൻ്റെ മെമ്പർ ഞാനൊരു 15 കൊല്ലമായിട്ട് അതിൻ്റെ മെമ്പറാണ്. അപ്പോൾ അത് ഒരുമാതിരിപ്പെട്ട എല്ലാ സംഘടനയിലും മെമ്പറാണ്. അതിന് നമുക്ക് പറയില്ല, ഇപ്പം അതിന് നമ്മളൊരു പൈസ വരിസെങ്കിൽ കൊടുക്കുന്നത് നമ്മളത് കെയർ ചെയ്യാറില്ല. ലൈഫ് മെമ്പറായിട്ടും ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ ലൈഫ് മെമ്പറാണ്. പക്ഷെ IBPCയിലും നമ്മുടെ IPL ഒന്നര കൊല്ലം കൂടുമ്പോഴാണ് അതിൻ്റെ റിന്യൂവൽ വരുന്നുണ്ട്. അവിടെ ഒരു ലൈഫ് മെമ്പർഷിപ്പ് ഇല്ല, IPL ഇല്ല, വെളുമലയുടെ കൗൺസിലില്ല. അപ്പം എന്നാലും നമ്മളത് സപ്പോർട്ടീവായി പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മലബാർ ഗോൾഡിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഈ ചാരിറ്റി CSR ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തുള്ളൊരു ആൾ ഹോസ്പിറ്റലിൽ ഇത് ചെയ്താണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ CSRലേക്ക് അയച്ചു. CSR അപ്പം തന്നെ ഒരു മിനിമം ഒരു 25,000 അപ്പം തന്നെ അവർ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ അവർ എൻക്വയറി ചെയ്തിട്ട് നാട്ടിലെ അവർക്ക് അയച്ചു കൊടുക്കും, നാട്ടിലത്തെ CSRനെ ഏൽപ്പിച്ചു കൊടുക്കും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതിനെ. പിന്നെ നമ്മളുടെ ലാഭത്തിൻ്റെ 5% പോകുന്നത് CSRലേക്ക്. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ടേ തരുള്ളൂ. അത് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ 2010 ശേഷമാണ് പറയില്ലേ, അന്നോട്ടാണ് നമ്മൾ ഈ ലാഭം കൊടുത്തു തുടങ്ങിയത്. അതുവരെ നമ്മൾ ലാഭം ഉണ്ടായാലും നമുക്ക് അന്ന് ലാഭമില്ല, വേറെ കാര്യം. പക്ഷെ അന്ന് നമുക്ക് ഈ മലബാർ ഗോൾഡിനെ ചെയർമാൻ്റെ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്, ഇത്ര % കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാൻ പാടുള്ളൂ. അത് CSRലേക്കാണ് ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും 1 meal a day അങ്ങനെ നമ്മൾ 1.5 ലക്ഷം ആൾക്കാർക്ക് ദിവസം കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ പല സംഘടനകൾക്കും ഇത് ചെയ്യുന്നുണ്ട്. പീസ് വാലി എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ, അതുപോലെ തന്നെ CH സെൻറ്റർ, അങ്ങനെ എല്ലാ സംഘടനകൾക്കും ഈ CSRൻ്റെ ഇത് പോകുന്നത് അവർക്കാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്, കല്യാണങ്ങൾ അവരുടെ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളൊന്ന് ഈ CSRും നമ്മുടെ ലാഭത്തിൻ്റെ കുറച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്കൊക്കെ ഈ ഇത് ഉയർച്ച വരാനും മറ്റുള്ളവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും കാരണം എന്നാണ് എൻ്റെ
ഇത്. അല്ലാണ്ട് വെറുതെ കാശുണ്ടായി കൊടുക്കാനുള്ള മനസ്സ് വേണ്ടേ. തീർച്ചയായിട്ടും അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ 50,000 ആയാലും 1 ലക്ഷം ആയാലും 2 ലക്ഷം ആയാലും അത് കൊടുക്കാനായിട്ടൊരു മനസ്സുണ്ടായാലല്ലേ അത്. പക്ഷെ നമുക്ക് സ്ട്രിക്റ്റ് ആയപ്പോൾ നമ്മുടെ ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ CSR നമ്മുടെയൊക്കെ CSR കൊടുത്ത് അതുകൊണ്ട് പലരും നേട്ടം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇത് മലബാർ തന്നെ പറയും. നമ്മുടെയൊക്കെ അത് എൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസഫലിക്കെ കുറിച്ച് പറയുമ്പോഴേ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഒരുപാട് പേര് അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ അമ്മമാർക്ക് വേണ്ടി ഒക്കെ ഗാന്ധി ഇതില് ഗാന്ധി ആശ്രമം പിന്നെ അപ്പം അങ്ങനെ ഓരോ വിങ്ങിലും അദ്ദേഹം ഓരോ വർഷവും ഒരു പ്രത്യേക സംഖ്യ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെക്കാൾ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ചെയ്യുന്നില്ല. അത് ചെയ്യാനുള്ള മനസ്സ് ഉള്ളതാണ്. ഇപ്പം പരസ്യം അല്ല ഇത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പലരും പറയും ഞങ്ങൾ കൊടുക്കണത് അല്ല, പുള്ളി പരസ്യത്തിന് വേണ്ടിയല്ല. കാരണം പുള്ളി ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു മീഡിയയിലും അറിയാറുമില്ല. അത് ഞാനും പേഴ്സണലി കുറേ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പുള്ളി കിട്ടിയതാണ്. അല്ല, അദ്ദേഹം ചെയ്യണമാതിരി വേറെ ആരും ഇല്ല. അതിനും കോടീശ്വരന്മാരുണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ ഇത്ര നിലയ്ക്കില്ലെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ കല്യാണമൊക്കെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം ജോയേട്ടൻ ഇപ്പോൾ ക്യാൻസറിന് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അൽഫയിൽക്കൊക്കെ നല്ല സപ്പോർട്ടാണ്. മലബാറും കല്യാൺ സ്വാമിയും ജോയൽക്കൊക്കെ അൽഫയിലേക്ക് സപ്പോർട്ടീവാണ് ഇപ്പോൾ ഹോസ്പേസിലൊക്കെ. അപ്പോൾ എങ്ങനെ എന്നാലും യൂസഫലിക്ക് ചെയ്യുന്ന മാതിരിയുള്ള ഒരു അകമഴിഞ്ഞ സഹായം എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഈ ഒരു ഇതിൽ നമുക്കത് പറയാൻ പറ്റില്ല. അത്രയും ആള് അതിൻ്റെ ഒരു ഇതാണ്. അന്ന് അദ്ദേഹം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് അതിന് പലരും അതിന് നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്, പോസിറ്റീവില്ല. ഞങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. അപ്പോൾ അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടതിന് ഞാൻ തന്നെ ഉള്ളിരിഞ്ഞ് പ്രാർത്ഥിച്ച ഒരാളാണ്. ശരിയാണ്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര്. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ സജ്ജാദൊക്കെ ആ സംഭവത്തിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലൈസ് ആയിപ്പോയി. ഇത് അറിഞ്ഞ് അതിൻ്റെ ആ ഷോക്ക്. കാരണം ഒരു വിമാനാപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് തിരിച്ചിട്ട് വളരെ അതായത് 1% പോലും സാധ്യതയില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു കരങ്ങളാണ് അല്ലേ? അത് ഒരു മിറാക്കിൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെയും അല്ല. ഇപ്പം ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ എല്ലാം കൂടുതൽ ഞാൻ ദുബായിലാണ്. ഇരിഞ്ഞാലക്കുടയിൽ 18 കൊല്ലം ഇരിഞ്ഞാലക്കുടയിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നു. ഇത്രയും ഇതൊക്കെ എല്ലാവരുടെയും സഹകരണങ്ങളും നമ്മൾ അവർക്ക് ചെയ്യുന്ന സഹകരണങ്ങളുണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റില്ല, അറിയാലോ, ഫ്ലൈറ്റില്ല. പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്യണം. ക്രിസ്ത്യൻസിനാണെങ്കിലും ഒരു ദിവസം കൂടുതൽ അന്ന് ഫ്രീസറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാതെ പണ്ടേ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ പോയി കാണുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഒരു ഇത് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ബാച്ചിലറായിരുന്നപ്പോൾ 82-ലാണ് നമ്മുടെ ഒരു ആൾ മരിച്ചപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ആ വീട്ടിൽ ഇതിൻ്റെ ഒരു പ്രയർ ചൊല്ലി. അത് ഞങ്ങൾ മുടക്കാണ്ട് ഞാൻ ചെയ്യാറുണ്ട്. ആര് മരിച്ചാലും അവരെ പോയി ഒന്ന് കാണും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അത് മുസ്ലിം ആയാലും അങ്ങനെ ഞങ്ങൾ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇബ്രാഹിം ഹാജി ആയിട്ടുള്ള ബന്ധം വന്നതിന് ശേഷം ഇബ്രാഹിം ഹാജി വിളിക്കും, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കാരം. അങ്ങനെ പല അതൊക്കെ നമ്മൾ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ആർക്കും പ്രാർത്ഥിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പലപ്പോഴും ഈ സമൂഹത്തിനുള്ളിൽ ചെയ്യുന്നുണ്ട്. അത് കാരണം പലരും നമ്മൾ ആ ഒരു വിധത്തിൽ നമ്മളറിയും. ഇപ്പോൾ പള്ളിയിൽ പോയി യാസിറിൻ്റെ പാർട്ണർ ഉണ്ടല്ലോ, നമ്മുടെ ഫോക്ലോർ സൊസൈറ്റിയുടെ ആ പാർട്ണറുടെ പെങ്ങൾ മരിച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മളൊരു അപ്പം അതിലൊക്കെ നമ്മൾ പങ്കെടുക്കും. ആ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്കെന്താ, എല്ലാവരും നമുക്ക് ഒരു അതും കൂടി നമുക്കൊരു ഇതാണ്. എല്ലാവരും ഒന്നാണെന്നുള്ള ആ ചിന്തയിൽ നമ്മൾ പറയില്ലേ, നമുക്ക് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിലും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും തന്നെ. അവർ അറബിയിൽ പ്രാർത്ഥിക്കണം, നമ്മളത് മലയാളത്തിൽ. ഞാൻ പലപ്പോഴും തങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം, നിങ്ങൾ ഈ ദുആ ചെയ്യുന്നത് മലയാളത്തിൽ ഇരിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ മുസ്ലിംസിനാണ് കുറേ ആൾക്കാർക്ക് അറബി അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ പണ്ടത്തെ ജനറേഷനിൽ, ഇപ്പോഴത്തെ ജനറേഷൻ അറിവില്ല. അപ്പോൾ അത് ആൾ പറഞ്ഞിട്ടുണ്ട്. അത് ആള് അടുത്ത ഇതിൽ ഞങ്ങളത് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരി. ഇപ്പോൾ സാധിക്കൽ തങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം 3 ഉദ്ഘാടനം വരെ സാധിക്കലും കൂടെ ചെയ്തിട്ടുണ്ട്. മുനാവർത്തങ്ങളിലൂടെ 4 എണ്ണം ഒരേ ഇതിൽ ചെയ്തിട്ടുണ്ട്.
അബ്ബാസ് അലി തങ്ങൾ എന്ന് പറഞ്ഞൊരു തങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ 5 ഉദ്ഘാടനം നമ്മുടെ 123 കാർഗോ ഉണ്ടല്ലോ, 123 കാറുടെ 3 എണ്ണം, ഒരു 2 ഓഫീസിന്റെ ദുവ, അങ്ങനെ 5 ദുവ 3 മണിക്ക് ഞാനും ഷിയാസും വാസൽ വില്ലയിൽ നിന്ന് ഇറങ്ങി, മോസിനയിൽ നിന്ന് ഇറങ്ങി ജബലലി വരെ ഈ ഉദ്ഘാടനം 123യുടെ 2 ഉദ്ഘാടനം, ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണിങ്, 2 ഇത്, അങ്ങനെ 5 ദുവ ഒരേ വഴിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പൊ അതൊക്കെ നമുക്ക് പറയില്ലേ, ഈ അപ്പൊ നമുക്ക് ആരായാലും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നന്മ ഉണ്ടാകണം വേണ്ടിയില്ല. ഇത് അത് ക്രിസ്ത്യാനായാലും ഹിന്ദു ആയാലും. ഞാൻ ജോയേട്ടൻ്റെ കട ഓപ്പണിങ്ങിന് പോയിട്ടുണ്ട്, ജോയേട്ടൻ്റെ എക്സ്ചേഞ്ച് ഓപ്പണിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കും സാധിക്കലിതങ്ങളെ ഞാൻ കൊണ്ടാണ് ഞാൻ ജോയ് അൽഗാസിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തത്, നമ്മുടെ UW മാള് ബർജുമാൻ്റെ സൈഡിൽ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ പറയില്ല ഇങ്ങനെയൊക്കെ ഒരു ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്കും മറ്റുള്ള ഒരു അക്സെപ്റ്റൻസും നമുക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും വേറെ ആൾക്കാർ ചെയ്യാൻ നമുക്ക് ഉണ്ടാവും എന്ന് പറയില്ലേ. ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു യൂസഫിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇനി നമ്മൾ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടിയാൽ മതി. നമ്മൾ 100 പേർക്ക് ചെയ്യുന്ന ഒരാളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു കിട്ടണല്ലോ. അതുപോലെ തന്നെ നമ്മൾ മലബാർ കോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമാതിരി വേറൊരാളുമില്ല, ചേർത്ത് നിർത്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതിപ്പോൾ മീഡിയ ആയാലും, ഇപ്പം നിങ്ങളുടെ ഹിറ്റ് FM ആയാലും. ഇന്നലെ ഞാൻ അബീബിനെ കണ്ടിരുന്നു. അബീബ് ആണ് ഹിറ്റ് FM ലോഞ്ച് ചെയ്യുന്നത് ഇവിടെ. അബീബ് അറിയില്ലേ, ബെഞ്ച്മാർക്ക് അബീബ് റേഡിയോ ഷോയിൽ വർക്ക് ചെയ്യുമ്പോൾ ജിമ്മ സ്റ്റാർട്ട് ചെയ്തത് അബീബാണ്. ജിമ്മ ഗൾഫ് മലയാളി മ്യൂസിക് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഇടവേള ബാബുവിനെ കൊണ്ടുവന്ന് ഞാനും ഇടവേള ബാബും ബെഞ്ച്മാർക്കാണ്. അന്ന് ശ്രീദേവിയുടെ കൂടെ നമ്മൾ ബോണി കപൂർ ശ്രീദേവിയും കൊണ്ടുവന്നിട്ടുണ്ട്. പല ലാസ്റ്റ് ഷോ മോഹൻലാലും ജിമ്മയ്ക്കുള്ളത്. അപ്പം ഹബീബായിട്ട് നമ്മൾ അത്രയും സപ്പോർട്ടീവാണ്. പിന്നെ ഹബീബ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി പിരിച്ച് രണ്ടാമതും ഇപ്പോൾ ബെഞ്ച്മാർക്ക് എന്നും പറഞ്ഞിട്ടുള്ള ബാനറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സുചിത്രയൊക്കെ അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവന്റിലായാലും ഉദ്ഘാടനങ്ങളായാലും എല്ലാത്തിലും സിനിമ പ്രൊമോഷൻ ആയാലും ഇപ്പോൾ ലുലുവിൻ്റെ എന്ത് ഇവന്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ മിയാമാളിലായാലും നിങ്ങളുടെ ആയാലും ഇപ്പോൾ നമ്മൾ ശ്രീലതൊക്കെ നമ്മൾ പണ്ട് സിനിമയിൽ കാണുന്ന ശ്രീലത വയസ്സായാലും ആള് നല്ല പ്രേംനസീറിന്റെ അത് പറഞ്ഞ പണ്ടത്തെ എല്ലാ നടന്മാരായിട്ടുള്ള ഫോട്ടോ എന്റെ ഫേസ്ബുക്കിലുണ്ട്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് നടന്മാര്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കുടുംബത്തെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിയാലക്കുടയിലാണ്. ഞങ്ങളൊരു പാവപ്പെട്ട വീട്. അപ്പൻ പല ജോലികളായിട്ട് ഇങ്ങനെ ഇതായിരുന്നു. ഞങ്ങൾ ബോംബെയിലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പൻ ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുട അടുത്തുള്ളൊരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൻ്റെ കുറേ പിടിവാശി കൊണ്ട് അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചായ്പിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ചായ്പ് എന്ന് പറയില്ലേ, ഒരു വീടിൻ്റെ ഒരു ചായ്പിൽ ഞങ്ങൾ കുറച്ചാൾ 2 കൊല്ലം താമസിക്കേണ്ടി വന്നു. അന്ന് ഒരു ബാത്റൂം പോലും ഇല്ല. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് നമ്മളിവിടെ വന്നു. അവർക്ക് ഞാൻ എന്താ പറയുക, അപ്പാവൻ്റെ ഒരു വീതം കിട്ടിയ സ്ഥലത്തൊരു ചെറിയ വീട് ആദ്യം പണിതു. അത് കഴിഞ്ഞ് ഞാനത് വാർത്തു. പിന്നെ മെയിൻ റോഡിൽ ഞാനൊരു സ്ഥലം മേടിച്ചു. അവിടെ ഒരു 2 നില ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാൻ പറ്റി. 95-ൽ അത് താമസാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൽ അപ്പനും അമ്മയും 2002 അപ്പം മരിക്കണം, 2016 അമ്മ മരിച്ചു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്കൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് പെങ്ങന്മാരെ കല്യാണം, എല്ലാ പെങ്ങന്മാരുടെ കല്യാണം ഞാൻ തന്നെ കഴിച്ചത്. ഞാൻ ദുബായിൽ വന്നിട്ട് എത്ര പെങ്ങളാണ്? എൻ്റെ 3 പെങ്ങന്മാരും ആണ് ഞാൻ. ഞങ്ങൾ 4 പേരാണ്. 3 പെങ്ങന്മാരും ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു. വീട് പണിയാൻ നല്ലൊരു വീട് പുറത്ത് പണിതു. അവരായിട്ട് നല്ല നമ്മുടെ ബന്ധുക്കളായാലും അതായാലും നമുക്കൊരു സൗഹാർദ്ദത്തോടുകൂടി എല്ലാവരായിട്ടുള്ള ഇതായിട്ട് നമ്മൾ കൊണ്ടുപോകണം. ഏത് വർഷമായിരുന്നു കല്യാണം? 87 ജനുവരിയിലായിരുന്നു കല്യാണം. 87 കഴിഞ്ഞു. എനിക്ക് 3 മക്കള്. 3 മക്കളിലെ 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ഒരു മൂത്ത ആള് നാട്ടിൽ തന്നെ ഇവിടെ ദുബായിലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അവര് നാട്ടിലാണ്. രണ്ടാമത്തോള് ഓസ്ട്രേലിയയിൽ. അന്ന് ഞാൻ പോയിരുന്നത് മോളുടെ പ്രസവവും ഞങ്ങളുടെ മലബാർ ഗോൾഡിന്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മള് ഇത് ചെയ്ത് ഞങ്ങള് ഓസ്ട്രേലിയയിൽ 10 ദിവസം താമസിച്ചു. വൈഫ് 2-3 മാസം കൊണ്ട് അവര് താമസിച്ചു. ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവളുടെ പ്രസവം 8-ാം തീയതിയാണ്, അവിടുത്തെ ഓപ്പണിംഗ് 6-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് പ്രസവത്തിന് മുമ്പ് എങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് ന്യൂസിലാൻഡ് പോയില്ല. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് 12-ാം തീയതി തിരിച്ചു പോകും. അവർ വെൽ സെറ്റിൽഡാണ്. മോൻ ഇപ്പം മലബാറിൻ്റെ ഷാർജ ഏരിയും അജ്മാൻ്റെയൊക്കെ അസിസ്റ്റൻറ്റ് ഹെഡായിട്ട്
വർക്ക് ചെയ്യുന്നു. ജോലിയിലുണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴായിരുന്നു വൈഫിനെയൊക്കെ ഇങ്ങ് കൊണ്ടുവന്നത്? ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും വൈഫ് ഇവിടെ വന്നു. ഞാൻ അന്ന് കരാമയിൽ ആദ്യം ഒരു ഷെയറിങ് താമസിച്ചു. അപ്പോൾ തന്നെ കരാമയിൽ ഞാൻ ഷെയ്ഖ് കോളനിയിൽ ഒരു റൂം എടുത്തു. അന്ന് 6000 രൂപ റെൻ്റ് ഉള്ള അവിടെ, 2 ബെഡ്റൂം. ഷെയ്ഖ് കോളനി അറിയില്ലേ? പണ്ടത്തെ നമ്മുടെ ഇപ്പോൾ അത് പൊളിച്ചിപ്പോൾ പുതിയ ബിൽഡിംഗ് ആണ്. ഞാനത് 86-ലത്തെ കാര്യം പറഞ്ഞു. 87-ൽ കല്യാണം കഴിഞ്ഞ് 87 ജൂലൈ ആയപ്പോഴേക്കും ഞാൻ ആ അപ്പാർട്ട്മെൻറ്റ് മീൻസ് അന്ന് പകുതി കൊടുത്ത് മേടിക്കലാണ്. അന്ന് പേര് മാറ്റാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ അവരുടെ പേര് മാറ്റണമെങ്കിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണ് പേര് മാറ്റുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ആര് അന്ന് ഈ അങ്ങനെ ഒരു അലൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആയിരുന്നു ആ ഫ്ലാറ്റ്. അങ്ങനെ ഞാൻ മോനായപ്പോൾ അലൻ മോൻ്റെ പേരും ഇട്ടു. 2000-ൽ മോൻ ജനിച്ചപ്പോൾ 10 കൊല്ലത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്, 11 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് മോനുണ്ടായത്. അപ്പോൾ അവൻ്റെ പേര് ആലൻ എന്നാണ്. അപ്പോൾ അങ്ങനെ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിൽ നമ്മൾ പിന്നെ കുറച്ചാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയില്ലേ, നാട്ടിൽ പോയി നിൽക്കേണ്ട ഇതൊക്കെ വന്നിട്ടുണ്ട്. വീട് പറക്കലും അപ്പനെ സുഖമില്ലാണ്ടൊക്കെ അങ്ങനെ കുറച്ച് ലൈഫിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിന്നുണ്ട്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇവിടെ തന്നെയാണ്, ദുബായിൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ സംഭാഷണം തീരുന്നില്ല. വീണ്ടും ഇതുപോലെ നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.